നമ്മൾ സഭയിൽ നോൻപ് ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ? 8 നോൻപ്. ഇന്ന് 8 നോൻപിൻ്റെ 2-ാം ദിവസമാണ്. അച്ഛൻ നോൻപിനെക്കുറിച്ച്, നോൻപ് എന്താണ്, എങ്ങനെയാണ് ആരംഭിച്ചത്, എത്ര നോൻപ് സഭയിലുണ്ട്, അതാണ് നമ്മൾ ആമുഖമായിട്ട് കാണുന്നത്. ക്രൈസ്തവ സഭകളിലെ പാരമ്പര്യം അനുസരിച്ച് എത്ര നോൻപുകളുണ്ട്? പ്രധാനപ്പെട്ട 4 നോൻപുകളുണ്ട്. ഒന്ന് 3 നോൻപ്, പിന്നെ 8 നോൻപ്, പിന്നെ കൊച്ചു നോൻപ്. അതായത് 25 നമ്മുടെ നത്താൾ തിരുനാളിന് മുമ്പുള്ള, ക്രിസ്മസ് തിരുനാളിന് മുമ്പുള്ളത്, പിന്നെ 50 നോൻപ്, വലിയ നോൻപ്. ഈ നോൻപിനൊക്കെ എല്ലാം ഒരു ചരിത്രമുണ്ട് ശരിക്കും. ഇപ്പോൾ 3 നോൻപ് ഓർത്തഡോക്സ് സഭയിൽ നിലനിൽക്കുന്ന ശക്തമായ നോൻപാണ്. നമ്മൾക്കും അത് ക്രൈസ്തവർക്ക് ആർക്കും അത് അനുകരിക്കാവുന്നതാണ് നോൻപിനെ സംബന്ധിച്ചിടത്തോളം. ഈ 3 നോൻപ് 3 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ്. അതെപ്പോഴാണ് തുടങ്ങണത്? അത് വലിയ നോൻപിന് 18 ദിവസം മുമ്പ് വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധനാണ് 3 നോൻപ്. വലിയ നോൻപ് തുടങ്ങുന്നതിന് 18 ദിവസം മുമ്പ് വരുന്ന തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ്, ബുധൻ ദിവസങ്ങളിലാണ് 3 നോൻപ് തുടങ്ങുന്നത്. ഈ 3 നോൻപിനൊരു ചരിത്രമുണ്ട്. ശരിക്കും 3 നോൻപ് യോനാ പ്രവാചകൻ എത്ര ദിവസമാണ് തിമിംഗലത്തിൻ്റെ ഉള്ളിലെ അതാണ് സഭ ഒരു മാതൃകയായിട്ട് എടുത്തിരിക്കുന്നത്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസം. അതിനുശേഷം കടലിൽ നിന്ന് വിശ്വാസി പുതിയ തീരത്തേക്ക് വന്നെത്തും. അതാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യം. പക്ഷേ ഇത് സഭയിൽ തുടങ്ങിയപ്പോഴാണ് 570 തുടങ്ങിയത്. ചരിത്രമനുസരിച്ച് 570 തൊട്ട് 80 വയസ്സ് വരെ 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര പ്ലേഗ് ബാധയുണ്ടായി. പ്ലേഗ് വന്ന് ഈ സിറിയ, ഇപ്പം ഇറാഖ്, അതുപോലെ തന്നെ ആ മധ്യപൂർവ്വ ദേശങ്ങളെല്ലാം ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യർ പ്ലേഗ് വന്ന് സാംക്രമിക മരിച്ചുപോയി. അന്ന് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവായുധമാണ് 3 നോൻപിൻ്റെ രത്നച്ചുരുക്കം. ജനങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത പ്രചോദനമാണ് 3 ദിവസത്തേക്ക് നിങ്ങൾ അടുപ്പിച്ച് ഉപവാസവും നോൻപും നടത്തിയാൽ, പ്രാർത്ഥനയും നടത്തിയാൽ ഈ മാരവിപത്തിൽ നിന്ന് ദേശത്തെ ദൈവം രക്ഷിക്കുവാന്ന്. രോഗമുണ്ടാകുമ്പോഴും കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകുമ്പോഴും നമ്മളുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കാതിരിക്കുമ്പോഴുമാണ് നമ്മൾ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുന്നത്. അന്ന് മുതൽ സഭ ഇത് അനുഷ്ഠിച്ചു പോരുകയാണ് 3 നോൻപുകൾ. പിന്നെ അടുത്ത നോൻപതാണ് 8 നോൻപ്. ഇന്നലെ ആരംഭിച്ചിരിക്കുന്നത് അല്ലേ? ഇന്നലെ ആരംഭിച്ചു. ഈ 8 നോൻപിൻ്റെ ചരിത്രം ശരിക്കും വരുന്നത് 1879 മുതലാണ് 8 നോൻപ് ആരംഭിക്കുന്നത് സഭയിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ മലബാർ ആക്രമണമാണ്. നമ്മൾ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അർത്ഥവത്തായിട്ട് അനുഷ്ഠിക്കാൻ എളുപ്പമാണ്. ഇപ്പം ഇന്ന് മലപ്പുറമൊക്കെ ഇല്ലേ, മലപ്പുറം അതുപോലെ തന്നെ മറ്റ് ദേശങ്ങളൊക്കെ ഇല്ലേ, അവിടെയെല്ലാം ടിപ്പു ആക്രമിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ ടിപ്പു തിരുവിതാംകൂറിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ ഈ പട്ടാളക്കാർക്കൊരു പ്രശ്നമുണ്ട്. എന്താ? അവർ ഒരു ദേശം ആക്രമിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ ആക്രമിക്കും, ചരിത്രം നശിപ്പിച്ച് കളയും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ നസ്രാണി ചേച്ചിമാരെല്ലാം വളരെ വേദനിച്ച ഒരു കാലഘട്ടമാണത്. അവരെന്ത് ചെയ്ത്? അവർ 8 ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ, പരിശുദ്ധ അമ്മയാണല്ലേ കന്യക, അപ്പോൾ തങ്ങളുടെ കന്യത്വം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ട് ഞങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ കന്യത്വത്തെ സംരക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഉത്തരമാണ് കിട്ടിയത്. എന്താ ഉത്തരം? പെരിയാറ് മലവെള്ളത്തിൽ പൊങ്ങി. ഈ സമയത്താണ് പൊങ്ങണത്. അതുകൊണ്ട് ടിപ്പു ആലുവയിൽ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒത്തില്ല. 8 നോൻപിൻ്റെയൊക്കെ ചരിത്രം ഭയങ്കരമായ, എല്ലാ നോൻപിൻ്റെയും ചരിത്രത്തിൻ്റെ പിന്നിൽ സഭയുടെ ഒരു സംരക്ഷണ ചരിത്രമുണ്ട്. അതായത് നമ്മുടെ അമ്മച്ചിമാരും ചേച്ചിമാരും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അവിടെ കന്യത്വം സംരക്ഷിക്കാൻ വേണ്ടിയും അത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും മാതാവിൻ്റെ കന്യത്വത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കന്യാമാതാവിനോട് അതിശക്തമായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും 8 ദിവസങ്ങൾ ചെലവഴിച്ചപ്പോഴാണ് ഭയങ്കരമായ ഘോരമായ മഴ പെയ്ത് പെരിയാറ് ഉയർന്നത്, മലവെള്ളപ്പൊക്കം ഉണ്ടായത്. അതോടുകൂടി ടിപ്പു ആലുവയിൽ അവസാനിപ്പിച്ചു. തൻ്റെ തിരുവിതാംകൂറിലേക്ക് പ്രവേശിച്ചില്ല.
ടിപ്പു മടങ്ങിപ്പോകുമ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിച്ച് കൊന്നുകളഞ്ഞു. അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അതാണ് ചരിത്രം. അതിനുശേഷമാണ് ഈ നോൻപ് സഭയൊരു നോൻപ് ആചരിക്കുമ്പോൾ സഭയുടെ ഒരു നിലനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ആത്മീയമായ ഐതിഹാസികമായ ചരിത്ര പാരമ്പര്യമുണ്ട്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഇപ്പോൾ ചെറിയ നോൻപ് നമ്മൾ ആചരിക്കണത് എങ്ങനെ? ആഗമനകാലം മുതൽ കർത്താവിൻ്റെ പിറവി തിരുനാളിനെ ഒരുക്കമായിക്കൊണ്ടാണ് നമ്മൾ ചെറിയ നോൻപ് ആചരിക്കുന്നത്. വലിയ നോൻപ് ആചരിക്കുന്നത് പെന്തക്കോസ്ത തിരുനാളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സഭ ആത്മാവിൽ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആണ് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും. ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഇഫക്റ്റാണ്. നമ്മൾ നോൻപിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ ഡബിൾ ഇഫക്റ്റാണ് ശരിക്കും. എന്താ കാര്യം അറിയോ? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്തു പോകത്തില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? ഇല്ലേ? അതെന്താ പറയാൻ കാര്യം? ഒരു മകനെ പിശാച് ബാധിച്ചു അല്ലേ? ഈ മനുഷ്യന്മാരായാലും ആരായാലും പിശാച് ഇടക്ക് പൈശാചികമായ സ്വഭാവമോ രീതികളോ പെരുമാറ്റങ്ങളോ വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ പെട്ടെന്നുണ്ടായിട്ട് കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ അസമാധാനവും വരും. അപ്പോഴീ മകനെ അവൻ്റെ അപ്പൻ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനുള്ള ശക്തിയില്ല. അപ്പോൾ പക്ഷേ കർത്താവ് ആ പിശാച് ബാധിനെ സുഖപ്പെടുത്തും. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ കർത്താവിനോട് ചോദിക്കും, ഞങ്ങൾക്കെന്താണ് അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത്? അപ്പോൾ ഈശോ പറയും, മർക്കോസ് 9:29, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇവറ്റകൾ പുറത്തു പോകത്തില്ല എന്ന് പറയും. അപ്പോൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് എന്താണ്? കുടുംബത്തിൽ എന്തെങ്കിലും ദൈവകൃപയ്ക്ക് വിരുദ്ധമായ തിന്മയുടെ ശക്തികളുണ്ടെങ്കിലേ നമ്മുടെ ആയുധം എന്താ? നമ്മുടെ ആയുധം ശക്തമായ ആയുധമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മവിശുദ്ധീകരണം നേടിക്കൊണ്ട് പ്രതിലോമ പൈശാചിക ശക്തികളെ നമ്മൾ ആട്ടിപ്പുറത്താക്കും. പക്ഷേ ഇതിൻ്റെ ഡബിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആയുധം തന്നെയാണ് അശുദ്ധാത്മാവിനെ ഇപ്പം നെയ്യപ്പം തിന്ന അംഗവും കാണാം. അപ്പോൾ ഈ ചില പഴഞ്ചൊല്ലില്ലേ, ചില ഡബിൾ ഇഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. അതുപോലെ തന്നെയാണ് ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഇതുപോലെ രണ്ട് ഇഫക്റ്റ് ഉണ്ട്. എന്താ? ഒരേ സമയം തന്നെ അശുദ്ധാത്മാവിനെ പുറത്താക്കുകയും ചെയ്യാം, പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറയണത്. കാത്തിരിപ്പാണ് ശരിക്കും. കാത്തിരിക്കണം എങ്ങനെ? ഇപ്പോൾ നടപടി 1:4 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? സഭ ഉപവസിച്ചും പ്രാർത്ഥിച്ചുക. അപ്പോൾ നോക്കിയേ, ദുഷ്ടാത്മാവിനെ പുറത്ത് കളയാനും പരിശുദ്ധാത്മാവിന് ശക്തി പ്രവടാനും ഒറ്റ സിംഗിൾ ആക്ഷനാണ്. എന്താണ്? ഉപവാസവും പ്രാർത്ഥനയും. അതാണിപ്പോൾ നോൻപ്. 5ാം നോൻപ് അതാ 15 നോൻപ് അല്ലേ? 15 നോൻപാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിലനിൽക്കുന്ന നോൻപ്. ഇവിടെ സിറിയൻ മാർത്തോമ സഭയിലുണ്ട്, ഓർത്തഡോക്സ് സഭയിലും 15 നോൻപുണ്ട്. അത് കർത്താവിൻ്റെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോൻപാണ്. ആഗസ്റ്റ് 1 തൊട്ട് 15 വരെ. അപ്പം 3 നോൻപെന്ന് പറയണത് വലിയ നോൻപിന് മുൻപ് വരണത്. വലിയ നോൻപ് ആരംഭിക്കുന്നതിന് 18 ദിവസം മുമ്പ് വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ. 8 നോൻപെന്ന് പറയണത് മാതാവിൻ്റെ ജന്മത്തിരുന്നാളിന് സെപ്റ്റംബർ 8 വരെ 1 തൊട്ട് 8 വരെ എടുക്കുന്ന നോൻപുകൾ. ഇപ്പോൾ 2 നോൻപുകൾ അമ്മയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ കൊച്ചു നോൻപുണ്ട്, അത് ആഗമന കാലത്തിന് ശേഷം വന്ന് 25 ദിവസങ്ങൾ. വലിയ നോൻപുണ്ട്, പെന്തക്കോസ്ത് വരെ വരുന്ന ദിവസങ്ങൾ ആണ് വലിയ നോൻപുകൾ. അത് ശരിക്കും ആ വലിയ നോൻപിൻ്റെ ലക്ഷ്യം എന്താ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണത്. 50 നോൻപെന്നല്ല പറയണത്. അപ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് പെട്ടെന്ന് വലിയ ശനിയാഴ്ച കൊണ്ട് ആ നോൻപ് അവസാനിപ്പിച്ച് കളയും. വലിയ ശനിയാഴ്ച ശരിക്കും പറഞ്ഞാൽ 50 നോൻപാണത്. പരിശുദ്ധാത്മാ പെന്തക്കോസ്ത് ദിവസം വരെ ആ നോൻപ് തുടരേണ്ടതാണ്. എന്താണ്? കർത്താവ് നോൻപെടുക്കാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പോഷിച്ച് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കണേ. നടപടി 1:4 അനുസരിച്ചാണ് വലിയ നോൻപ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ വിശ്വാസി ഇതെല്ലാം പാലിക്കും. അപ്പോൾ അത് ആ സഭയുടേതാണ്, ഇത് ഈ സഭയുടേതാണെന്നല്ല. ഏത് സഭയുടേതായാലും ശരി കർത്താവിൻ്റെതാണ് അല്ലേ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃപയാർജിക്കാൻ പറ്റിയ എല്ലാ ജീവിത സാഹചര്യങ്ങളും അനുകരണീയമാണ്. ഇപ്പോൾ ഈ നോൻപ് ഇതിന് എല്ലാത്തിനും വെട്ടുന്നതാണ് ഉടമ്പടി. കാര്യം ഉടമ്പടി നോൻപുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അതേസമയം തന്നെ ദാനധർമ്മമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുത്ത പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അത്ഭുത ഈ ഉടമ്പടിയുടെ സാക്ഷ്യാനുഭവങ്ങളെന്ന് പറയുന്നത് ഇത്രയും ശക്തമാകാൻ കാരണം. എല്ലാവർക്കും അത് ദൈവകൃപയാൽ അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം. എന്താ അറിയുമോ? ചിലർക്ക് ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴാണ്
ദൈവം അനുഗ്രഹങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. കാര്യം നമ്മളൊരു സമ്പൂർണ്ണ പ്രാർത്ഥനയിലാണ്. സഭയുടെ ഇത്രയും നാളുള്ള ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തിൽ കാച്ചിക്കുറുക്കി അതിൻ്റെ സത്ത കടഞ്ഞെടുത്താണ് ഉടമ്പടി ആധ്യാത്മികതയായിട്ട് ആത്മശക്തീകരണത്തിനും ആത്മവിശുദ്ധീകരണത്തിനും ആത്മശക്തീകരണത്തിനുമുള്ള വ്രതപ്രാർത്ഥനയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ ഏറ്റവും വലിയത് സാക്ഷ്യമുണ്ട്. എങ്ങനെയാണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ഉപവിപ്രവർത്തനങ്ങളുണ്ട് അല്ലേ? അതേസമയം തന്നെ ആത്മവിശുദ്ധീകരണ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അച്ഛൻ പറയണത് ഇതെല്ലാത്തിൻ്റെയും അപ്പം നിങ്ങളെപ്പോഴും ഉടമ്പടി ചെയ്യുന്നവരെ ഒരു കാരണവശാലും അതിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ഇക്കാലങ്ങളിലും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി നേടാൻ വേണ്ടി ഇടപെടൽ ഉറപ്പുവരുത്താൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള അതിശക്തമായ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ ആചരിക്കണമെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെയും ആത്മവിശുദ്ധീകരണത്തോടും കൂടി നമുക്ക് ഉടമ്പടി തുടരാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശ്രീകട ഹല്ലേലൂയ.